ജമാഅത്തെ ഇസ്ലാമിയുടെ വിഷലിപ്തമായ ചില പ്രചാരണങ്ങൾക്കെതിരെയുള്ള ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന വ്യാപക പ്രതിഷേധം. അതായത് ആ വിഷയത്തിൽ നമ്മൾ കാണേണ്ടത് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള വർഗീയ സംഘടനകളുടെ ചില ഇടപെടലുകൾ, അത് ഭഗത് സിംഗിന്റെ ഇടപെടലുകളുമായി കൂട്ടിയോജിപ്പിച്ച് ആ തരത്തിൽ അതിനെ സമരസപ്പെടുത്തുക, അങ്ങനെ ഒരു പൊതു സ്വീകാര്യത ഉണ്ടാക്കുക എന്നുള്ള നിലപാടാണ് ഇത്തരം സംഘടനകൾ സ്വീകരിക്കുന്നത്. അതിനെതിരെയാണ് ഡിവൈഎഫ്ഐ പ്രതിഷേധം സംഘടിപ്പിച്ചത്. അല്ലേ? സംസ്ഥാനത്തെ 200 കേന്ദ്രങ്ങളിലാണ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത്. മതരാഷ്ട്രവാദികളെ രാഷ്ട്രീയമായി തുറന്നു കാട്ടുമെന്ന് വി വസീഫ് പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി സമൂഹത്തിൽ വിഷം കലർത്തുന്നു. ഭഗത് സിംഗ് മുന്നോട്ട് വെച്ച വർഗീയ വിരുദ്ധതയ്ക്കായി പോരാടുമെന്നും കോഴിക്കോട് നടന്ന പ്രതിഷേധ സദസ് ഉദ്ഘാടനം ചെയ്ത് വി വസീഫ് വ്യക്തമാക്കി. രാജ്യവും ലോകവും എക്കാലത്തും ആവേശത്തോടെ തന്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഏതൊരു യുവജന പോരാളിയുടെയും മനസ്സിൽ വലിയ സ്ഥാനമുള്ള ഷഹീദ് ഭഗത് സിംഗിനെ വളരെ മോശമോശയിൽ അങ്ങ് അവതരിപ്പിക്കുക. ഭഗത് സിംഗ് ഉണ്ട് എന്നാ പറയുന്നത്. നമ്മളൊക്കെ ഷഹീദ് ഭഗത് സിംഗ് എന്നും ഭഗത് സിംഗ് എന്നുമൊക്കെ കോപ്പി എഴുതി പഠിച്ച ഭഗത് സിംഗ് അങ്ങനെ പറയുന്നത്. നോക്ക്, നിങ്ങൾ ഒരു സാധാരണ മാധ്യമ പ്രവർത്തക ആദ്യമായി കാലെടുത്ത് വെക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ? ഞങ്ങൾ കേരളത്തിലുടനീളം ഇന്ത്യയിലുടനീളം ഡിവൈഎഫ്ഐ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് നിങ്ങളുടെ നിലപാടിനെതിരെയാണ്. നിങ്ങളെ രാഷ്ട്രീയമായി ഈ സമൂഹത്തിൽ തുറന്നു കാണിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. മതനിരപേക്ഷതയാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം. ഭഗത് സിംഗ് കാണിച്ചു തന്ന പാതയിലൂടെയാണ് പ്രിയമുള്ളവരെ ഡിവൈഎഫ്ഐ മുന്നോട്ട് പോകുന്നത്. ഈ നാടിനെ വിഭജിക്കുന്ന വർഗീയതക്കെതിരെയുള്ള പോരാട്ടമാണ് ഭഗത് സിംഗ് പറഞ്ഞതെങ്കിൽ ആ പോരാട്ടത്തിന് തന്നെയാണ് ഡിവൈഎഫ്ഐയും ഇന്നും പ്രതിജ്ഞാബദ്ധമായി ഇടപെടുന്നത്.